പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജനുവരി മാസം 19 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. അതിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പോയ ദിവസം കർത്താവ് കഴിഞ്ഞ ശനിയാഴ്ച പകൽക്കാലം നമ്മളെ നടത്തിയതൊന്ന് ഓർത്തിട്ട് കർത്താവിന് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവ് രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? ഒന്ന് ഓർത്ത് നോക്കി. എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് സൂക്ഷിച്ച്, എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് കർത്താവ് കഴിഞ്ഞ രാത്രി നമ്മളെ പരിപാലിച്ച്. നന്ദിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. അപ്പം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചത് ഓർക്കുമ്പോൾ ആമേൻ, കർത്താവിന് നന്ദി പറയാം. കൈകളെ ഉയർത്തി പറയാം, കർത്താവെ രാവിലെ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് നന്ദി, സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് നന്ദി. ഞാൻ കിടന്നുറങ്ങി കർത്താവിനെ താങ്ങിയത് കൊണ്ട് ഞാൻ ഉണർന്നിരിക്കുന്നു. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കരമുയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും ഒരുമിച്ച് അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അവൻ ഏകനായി മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവ്. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അമേൻ അമേൻ. ആകാശത്തിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അമേൻ സമുദ്രത്തിലെ മത്സ്യങ്ങളെ എല്ലാം പോറ്റി പുലർത്തുന്ന നമ്മുടെ നല്ല കർത്താവിന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. അമേൻ. നമ്മളെ ഓരോ ദിവസവും പരിപാലിക്കുന്ന കർത്താവ്. കർത്താവിൻ്റെ കരുതൽ വലുതാ, കർത്താവിൻ്റെ പരിപാലനം വലുതാ. അതോർക്കുമ്പോൾ നമുക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യണം. അമേൻ. കരമുയർത്തി ഒന്നുകൂടെ പറയാം, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. താങ്ക് യു ലോർഡ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പാ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ അടുക്ക വന്നിരിക്കുക. ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഇന്ന് പകൽക്കാലം അങ്ങയുടെ സ്പെഷ്യൽ ബ്ലെസ്സിങ്സ് ഉണ്ടാകണം. അങ്ങയുടെ കൈ നീട്ടി അവരെ അനുഗ്രഹിക്കണം. അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുന്നത് പകലായി മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ലോകവ്യാപകമായി ദൈവമക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന പകലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കിടക്കുന്നവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് സർജറിയൊക്കെ കഴിഞ്ഞിട്ട് കോംപ്ലിക്കേഷനിലായിരിക്കുന്നവർ, ഹാർട്ട് സർജറി കഴിഞ്ഞിട്ട് കോംപ്ലിക്കേഷനിലായിരിക്കുന്നവർ, അവൻ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണ്ണ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കാൽ വിരലുകൾക്ക് വേദനയായി ആമേൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ആമേൻ സ്ലിപ്പർ ഇടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാൽവിരലുകളുടെ ആ വേദന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. പൂർണ്ണമായ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. പനിയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യമാക്കുന്ന ശക്തി അവരുടെ ഭവനത്തിനകത്ത് അവരുടെ ശരീരത്തിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. യേശുവിൻ നാമത്തിൽ എല്ലാ രോഗങ്ങൾക്കും അങ്ങ് വൈദ്യനാണല്ലോ പിതാവേ. ഇപ്പോൾ സൗഖ്യങ്ങൾ നടക്കട്ടെ. തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. പൂർണ്ണ ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് വിടുതലയക്കുന്നതിന് സ്തോത്രം. അത്ഭുതം ആ വിഷയങ്ങളിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, ആമേൻ ആമേൻ, നിയമത്തിൻ്റെ കുരുക്കുകളിലൊക്കെ അകപ്പെട്ട് കിടക്കുന്നവർ, ആമേൻ വിധികൾക്കായിട്ടൊക്കെ കാത്തിരിക്കുന്നവർ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ദാസീദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, ദൈവപ്രവൃത്തി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി നടക്കുന്നതിന് സ്തോത്രം. കർത്താവെ, ഇന്ന് പ്രത്യേകിച്ച് കർത്താവെ ലോകവ്യാപകമായി സഭായോഗങ്ങൾ നടക്കുമ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി അവിടെയും വെളിപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണം. ആത്മാവിൻ്റെ പ്രവൃത്തി അനുഭവിപ്പാൻ കർത്താവെ അങ്ങ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. അങ്ങേക്കൊന്നും അസാധ്യമായിട്ടില്ലല്ലോ. ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ, സാന്നിധ്യം വ്യാപരിക്കട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നാളെ കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം രാത്രി 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. കർത്താവ് വലിയ കാര്യങ്ങളെ ഈ ദിവസങ്ങളിൽ നമ്മുടെ നടുവിൽ ചെയ്യും. പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ നാളെ
നേരത്തെ തന്നെ ജോയിൻ ചെയ്യണം. ഇന്ത്യൻ സമയം 9:30. അതിനനുസരിച്ച് നിങ്ങളുടെ മൊബൈലിൽ ഒരു അലാം സെറ്റ് ചെയ്തിട്ട് സമയത്തിന് നിങ്ങൾ ജോയിൻ ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും അനുഗ്രഹമായി തീരും. അതുപോലെ എന്തെങ്കിലും അത്യാവശ്യമായ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അയച്ചു തന്നാൽ നമുക്ക് ഒരുമിച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അത്യാവശ്യമായതാണെങ്കിൽ മാത്രമേ അയക്കാവുള്ളൂ, വെറുതെ അയക്കരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം അയക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. 128 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. നമ്മൾ ഇന്നലെ കേട്ടത് ഫിയർ ഓഫ് ഗോഡ്, ദൈവഭയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 2-ാമത്തെ ഒരു ഭാഗമായിട്ട് ഇന്നത്തെ പ്രഭാതത്തിൽ 128 സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും അനുഗ്രഹിക്കപ്പെട്ടവൻ. കർത്താവിനെ ഭയപ്പെട്ട് കർത്താവിൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും അനുഗ്രഹിക്കപ്പെട്ടവൻ. അതായത് കർത്താവിനെ ഭയപ്പെട്ട് നടക്കണം. അതായത് കർത്താവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ പോലീസുകാരനെ ഭയപ്പെടുന്ന പോലുള്ള ഭയമല്ല, കള്ളനെ ഭയപ്പെടുന്നു എന്ന പോലുള്ള ഭയമല്ല, അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ ഭയപ്പെടുന്നത് പോലല്ല. പിന്നെയോ കർത്താവിൻ്റെ പിതാവാണ്, എനിക്ക് വേണ്ടി സകലവും ചെയ്തു തന്നവൻ, എൻ്റെ കാര്യങ്ങൾ നടത്തി തന്നവൻ, എന്നെ പരിപാലിക്കുന്നവൻ, എന്നെ സൂക്ഷിക്കുന്നവൻ, ഓരോ ദിവസവും എനിക്ക് വേണ്ടി ഇടപെടുന്നു എന്നുള്ള ആ ബോധ്യം. ആ കർത്താവിനെ ഞാൻ വിഷമിപ്പിക്കത്തില്ല. ആ കർത്താവിന് ഞാനൊരു മഹത്വമായി മാറും. ആ കർത്താവിനൊരു അപമാനമായി ഞാൻ മാറത്തില്ല എന്നുള്ള ആ വലിയ ഒരു ഉറപ്പും ഒരു തീരുമാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ജോസഫിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ തീരുമാനം അതാണ്. ജോസഫ് പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിനെതിരെ ഞാൻ പാപം ചെയ്യത്തില്ല. ജോസഫിൻ്റെ അടുക്ക ദൈവം നിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും കാണുന്നില്ല. പക്ഷേ ജോസഫിനറിയാം ജോസഫിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. ജോസഫ് ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുവാൻ തയ്യാറായില്ല. അതുപോലെ ആയിരിക്കണം പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിലും. നമ്മളും ദൈവത്തിന് വിരോധമായി പാപം ചെയ്യാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. ദൈവത്തെ ഭയപ്പെടുമ്പോൾ നമ്മൾ അധികാരികളെ നമ്മൾ അനുസരിക്കുവാൻ തയ്യാറാകും. മാതാപിതാക്കളെ അനുസരിക്കും ദൈവത്തെ ഭയപ്പെടുമ്പോൾ. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സ്നേഹിക്കുവാൻ തുടങ്ങും. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുവാൻ തുടങ്ങും. ടീച്ചർമാരെ അനുസരിക്കുവാൻ തുടങ്ങും. കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ തങ്ങളുടെ മേലധികാരികളെ അനുസരിക്കുവാൻ തയ്യാറാകും. കാരണം എന്നാ, അവർ ഏതിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്? അതോറിറ്റിയുടെ കീഴിലാണ്. ദൈവഭയമുള്ളവർക്ക് ആ അതോറിറ്റി കോൺഷ്യസ് ഉണ്ടാകും. പേരൻസിനെ ബഹുമാനിക്കേണ്ട പോലെ ബഹുമാനിക്കും, സഹോദരങ്ങളെ സ്നേഹിക്കും, അല്ലെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കും, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും സ്നേഹിക്കും, ഫെയ്ത്ത്ഫുള്ളായി തീരും. ഇതൊക്കെ ഏതിനകത്തുള്ളത്? ദൈവഭയത്തിനകത്തുള്ളത്. അങ്ങനെയുള്ളവരുടെ വീട്ടിൽ ഭയങ്കര അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് ദൈവഭയം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് ദൈവഭയം തരണം, കർത്താവേ എനിക്ക് ദൈവഭയം തരണം, കർത്താവേ എനിക്ക് ദൈവഭയം തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്ത് തരും? നമ്മുടെ ഉള്ളിലേക്ക് ആ ദൈവത്തിൻ്റെ ഭയത്തെ നമുക്ക് ഇട്ടുതരും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ നമുക്ക് എന്തു വന്നു? ദൈവഭയം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവഭയമുള്ളവരായി തീരുവാൻ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങനെ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു: നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അതിനകത്ത് പറയുന്നത് യുവർ റിവാർഡ് വിൽ ബി. നന്മ വരുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന ഒന്ന് പ്രോസ്പെരിറ്റിയാണ്. ദൈവിക അഭിവൃദ്ധി ഉണ്ടാകും, ദൈവിക സന്തോഷമുണ്ടാകും, എല്ലാ നിലയിലും ദൈവിക സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ വീടിനകത്തുണ്ടാകും. എപ്പോഴാ? ദൈവഭയത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ. ദൈവഭയത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഭാര്യ എടുത്താൽ നിങ്ങൾ പേടിക്കണ്ട. ദൈവഭയത്തിൽ ജീവിക്കുമ്പോൾ ഭർത്താവ് മൊബൈൽ എടുക്കുമോ നോക്കുമോ എന്ന് പേടിക്കണ്ട. കാരണം മൊബൈലിന് പേടിക്കേണ്ട ആവശ്യമില്ല. മൊബൈലിനകത്ത് അനാവശ്യമായ കാര്യങ്ങളൊന്നുമില്ല. ഭാര്യ കാണേണ്ടാത്തതോ ഭർത്താവ് കാണേണ്ടാത്തതോ ആയ ഒന്നും നമ്മുടെ മൊബൈലിനകത്ത് ഉണ്ടാകത്തില്ല. എപ്പോഴാണ്? നമ്മൾ ദൈവഭയത്തിൽ ജീവിക്കുമ്പോൾ. അപ്പോൾ വീടിനകത്ത് എന്തായിരിക്കും? ദൈവിക സമൃദ്ധിയായിരിക്കും ഉള്ളത്. വീടിനകത്ത് എന്തായിരിക്കും? സന്തോഷമാവുള്ളത്. വീടിനകത്ത് വലിയ അനുഗ്രഹങ്ങളാണ്. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, നിൻ്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ആയിരിക്കും. എന്ന് വെച്ചാൽ എന്തുവാ? ഭാര്യ എന്തു ചെയ്യും? ഭാര്യ നിങ്ങളുടെ ഹൃദയത്തിന് സന്തോഷം കൊണ്ടുവരും. എന്നിട്ട് മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവതൈകൾ, എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ സന്തോഷം കൊണ്ട് നിങ്ങളുടെ വീടങ്ങ് നിറയും. ദൈവഭയത്തിൽ ജീവിക്കുന്ന, കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന കുടുംബത്തിനകത്തുള്ള അനുഗ്രഹങ്ങളാണ്. ഒന്ന് പ്രോസ്പെരിറ്റി ഉണ്ടാകും, ഒന്ന് സന്തോഷമുണ്ടാകും, ഒന്ന് അവിടെ എല്ലാ നിലയിലും സ്വസ്ഥമായിരിക്കും. 2, ഭാര്യ ഭർത്താവിന് സമാധാനം കൊടുക്കും, ഭർത്താവ് ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കും. 3, കുഞ്ഞുങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത് സന്തോഷമാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം? ദൈവ ഭയത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട്
നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല നമുക്ക് ദൈവഭയം വേണ്ടത്, ആരാധനയ്ക്ക് പങ്കെടുക്കുമ്പോൾ മാത്രമല്ല ദൈവഭയം വേണ്ടത്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ ദൈവഭയം വേണം, ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ദൈവഭയം വേണം. ആമേൻ. നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് ദൈവഭയം വേണം, സ്കൂളിലിരിക്കുമ്പോൾ ദൈവഭയം വേണം. എവിടെയാണെങ്കിലും നമ്മൾക്കൊരു ബോധ്യം വേണം, ഞാൻ കർത്താവിൻ്റെ കയ്യിലായിരിക്കുന്നത്. എൻ്റെ പിതാവിനെ നിന്ദിക്കുന്ന, എൻ്റെ പിതാവിനെ ദുഷിക്കുന്ന, എൻ്റെ പിതാവിനെ നാണക്കേടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യത്തില്ല. എന്നെ വിളിച്ചത് ദൈവത്തിന് മഹത്വം കൊണ്ടുവരുവാനാ. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതേ ഞാൻ ചെയ്യുള്ളൂ എന്നൊരു തീരുമാനമെടുക്കുമ്പോൾ എന്തുവരും? നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടും, വീടിനകത്ത് സമൃദ്ധി ഉണ്ടാകും, വീടിനകത്ത് സ്വസ്ഥതയുണ്ടാകും, വീടിനകത്ത് കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അങ്ങനൊരു ജീവിതമായി ഇന്ന് ഇത് കേൾക്കുന്ന എല്ലാവരും ദൈവഭയമുള്ളവരായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും, എല്ലാ കുടുംബങ്ങളും, എല്ലാ കുഞ്ഞുങ്ങളും ദൈവഭയമുള്ളവരായി തീരട്ടെ, ദൈവഭയമുള്ളൊരു തലമുറയായി തീരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ നമ്മൾ വർദ്ധിച്ചു പെരുകും. കരങ്ങൾ ഉയർത്തി ഐ ആം ബ്ലസ്ഡ്, ഐ ആം റിയലി ബ്ലസ്ഡ്, ഐ ആം പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, God bless you, God bless you.